ഹായ് നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരു വീക്കെൻഡ് കഴിഞ്ഞ് വന്നതാണ്. മാർക്കറ്റിൽ ഇന്ത്യൻ മാർക്കറ്റിനെ സ്വാധീനിക്കുന്നത് കംപ്ലീറ്റ്ലി ഇപ്പോൾ ഗ്ലോബൽ ഇഷ്യൂസ് തന്നെയാണ്. അപ്പോൾ ഇറാൻ US വാറിൻ്റെ ഇപ്പോഴത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഹോർമുസ് കടൽ ഇടുക്ക് തുറന്നു കൊടുക്കുക എന്നുള്ളൊരു അന്ത്യശാസനമാണ് ട്രംപ് നടത്തിയിരിക്കുന്ന ഒരു 2 മിനിറ്റിന് മുന്നേ. ആക്ച്വലി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ അത് ക്ലോസ് ചെയ്തു. ട്രംപിൻ്റെ ലൈവ് സ്പീച്ച് നടക്കുമായിരുന്നു. അതിനകത്ത് പുള്ളിക്കാരൻ വിൻ ചെയ്തു എന്നുള്ള രീതിക്കാണ് കംപ്ലീറ്റ്ലി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല എന്ന് നമുക്ക് അറിയാം. അപ്പോൾ ഇറാനുമായിട്ടൊരു ചർച്ചയില്ലാണ്ട് ഇത് ഡയറക്റ്റായിട്ട് തീരാൻ പോകുന്നില്ല. ബിക്കോസ് അവരുടെ കയ്യിൽ ഇപ്പോഴും വാർ ഹെഡ്സ് ഒരുപാടുണ്ട്. സോ അത് തീരാണ്ട് അവർ നിർത്താൻ പോകുന്നില്ല. സോ അത് തീരാനും പോകുന്നില്ല അടുത്തെങ്ങും. ബിക്കോസ് അതിൻ്റെ ഒരു ഐ ബിലീവ് ഒരു 10% പോലും അവർ യൂസ് ചെയ്തിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഹാർഡ്ലി അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇനിയും ഇത് മുന്നിലേക്ക് കൊണ്ടുപോകാനുള്ള നല്ല സാധ്യത ഉണ്ട്. സോ ഇതൊരു ചർച്ചയിലൂടെ മാത്രം പോവുക. ചർച്ച കിട്ടിയില്ലെങ്കിൽ പോലും ഇപ്പോൾ ഒരു റിലാക്സേഷൻ തന്നിട്ടുണ്ട്. US-ൻ്റെ ഷിപ്പ് ഒഴികെയുള്ള മിക്കവാറും എല്ലാ പേരുടെയും, അതായത് ചൈനയുടെ, ഇന്ത്യയുടെ, മെയിനായിട്ടുള്ള എല്ലാ രാജ്യങ്ങൾക്കും ഏഷ്യൻ കൺട്രീസിലേക്കാണ് ഓയിൽ പോകുന്നത്. അപ്പോൾ ഇറാൻ്റെ ഓയിൽസ് ഇനി യൂഷ്വലി നോർമലി കടന്നു പോകുന്ന രീതിക്കാണ് അവിടെ നിൽക്കുന്നത്. പെട്രോൾ ഡോളറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെട്രോളിന് ഡോളറിന് പകരം UN മതി എന്നുള്ളത് പറഞ്ഞിരുന്നു. പക്ഷേ സ്റ്റിൽ ഇപ്പോഴും ന്യൂസസ് ചെക്ക് ചെയ്തപ്പോൾ അവരിപ്പോഴും ഡോളറിൽ തന്നെയാണ്. ഐ തിങ്ക് 2.5 മില്യൺ ആണെന്ന് തോന്നുന്നു ഒരു ഷിപ്പ് പാസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. സോ ഒരു പ്രശ്നങ്ങൾക്കൊരു അയവ് വന്നിട്ടുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ LPG ഇല്ലെങ്കിൽ ഗ്യാസിന് ഒരു അയവ് വന്നിട്ടുണ്ട്. എന്നാൽ യുദ്ധത്തിന് അയവ് വന്നിട്ടില്ല എന്നുള്ളതാണ്. തൽക്കാലം ഇറാൻ മിണ്ടാതിരിക്കാം എന്നൊരു ഓപ്ഷൻ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ട്രംപും അത് തന്നെ ചെയ്തു കഴിഞ്ഞാൽ യൂഷ്വലി നമ്മൾ ഇപ്പോൾ മുന്നേ കണ്ടിരുന്ന പോലെ ഉക്രൈൻ റഷ്യ വാറ് പോലെ അതുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് സ്റ്റിൽ എക്സിസ്റ്റ്. ബട്ട് അത് നമ്മളെ ഉപദ്രവിക്കുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. എങ്കിൽ അത് നല്ലത് തന്നെയാണ്. കാരണം രണ്ട് പേരും അഡവൻ്റാണ്. സോ ഇത് വാറ് ക്ലോസ് ചെയ്യാൻ പോകുന്നില്ല. സോ അറ്റ്ലീസ്റ്റ് ഒരു സമവായത്തിൽ ഫ്രണ്ടിലേക്ക് പോവുക. ആരും മുഖത്തോട് മുഖം നോക്കാതിരുന്നാൽ പോലും പ്രശ്നങ്ങൾ കുറയും എന്നുള്ളൊരു സിറ്റുവേഷനാണ് അവിടെ. അത് തന്നെ നടക്കട്ടെ എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്നാലും നമ്മുടെ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ നോക്കിയാൽ മാർക്കറ്റ് ഇന്ന് ഒരു ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് ദിവസമായിട്ട് മാർക്കറ്റിൻ്റെ ഒരു സപ്പോർട്ട് ലെവൽ പറയാറുണ്ടായിരുന്നു. പണ്ട് മാർക്കറ്റ് ഒരിക്കൽ തകർന്ന ഒരു സമയത്ത് റഷ്യൻ ഉക്രൈൻ വാറ് നടക്കുന്ന സമയത്ത് ഞാൻ കണ്ട ഒരു സംഭവമാണ്. ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്നതല്ല. 22,800 റേഞ്ചിൽ വളരെ നല്ലൊരു സപ്പോർട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ വരുന്ന ആ 22,800 ആണ്. അപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും 22,800 സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് കയറാൻ പോവുകയാണെന്നുള്ളത്. ലിറ്ററലി അല്ല. മാർക്കറ്റിന് നെഗറ്റീവ് ഉണ്ട്. ഏറ്റവും അടുത്തുള്ള സപ്പോർട്ട് റേഞ്ച് എന്ന് പറയുന്നത് 22,800, 22,000 ഉണ്ട്. എന്നാലും 22,800 ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ മാർക്കറ്റ് 22,800 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം തിരിച്ച് വന്ന് ഈ 22,800 അടുത്ത് വരാനുള്ള സാധ്യതയുണ്ട്. സോ മാർക്കറ്റ് ഇന്ന് വീക്ക് ആവാനുള്ള നല്ല സാധ്യതയുണ്ട്. ബട്ട് സ്റ്റിൽ അത് തിരിച്ച് റിക്കവർ ചെയ്ത് ഈ ഒരു ഏരിയയിലേക്ക് എത്താൻ ശ്രമിക്കും. ഓക്കെ, ഒറ്റ സെക്കൻഡ്. ഓക്കെ, നമുക്ക് അപ്പോൾ നമ്മുടെ മാർക്കറ്റിൻ്റെ അനാലിസിസിലേക്ക് വന്നാൽ ഞാനൊന്ന് ടൈം ഫ്രെയിം മാറ്റിക്കോട്ടെ. ഓക്കെ, ഒരുപാട് ലൈൻസ് ഉണ്ട്, സോറി. ബട്ട് ഡെയിലി ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് അത് ലിറ്ററലി മണിയാണ് ഈ ഓരോ ലൈൻസ് എന്നും പറയുന്നത്. സോ ഒരു ഇൻവെസ്റ്ററിന് ഇത് കാണുമ്പോൾ ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും, ഇല്ലെങ്കിൽ വളരെ നോട്ട് ഓക്കെ ഫീൽ വന്നേക്കാം. പക്ഷേ ട്രേഡറിന് ഇറ്റ്സ് മെയിൻ തിങ്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്യാൻ സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലാണ്. 22,800 ഈ ഒരു ലെവലിലേക്കാണ് മാർക്കറ്റ് നെഗറ്റീവ്ലി ഓപ്പൺ ചെയ്യാനുള്ള നല്ല സാധ്യത കാണിക്കുന്നുണ്ട്. സോ മാർക്കറ്റ്
ഓക്കെ, വീഴുന്നു, ദേ തിരിച്ച് കയറി 23,800 വരെ കയറി തിരിച്ച് വീണ്ടും ദേ 22,800 അടുത്തേക്ക്, ഇല്ലെങ്കിൽ ഇവിടെ 23,000 വന്നു. പക്ഷേ ഇത് ഈ ഒരു ലെവലിലാണ് അടുത്ത് ഓപ്പൺ ചെയ്യാൻ പോകുന്ന സിറ്റുവേഷൻ. സോ ഇനി ഇതിന് താഴേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുണ്ടെങ്കിൽ 22,000 റേഞ്ചിലേക്ക് പോകാനോ, ഇല്ലെങ്കിൽ ഇവിടെ നിന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ട് ഇത് തിരിച്ച് വീണ്ടും 22,340 to 440 വരെ തിരിച്ച് കയറി വരാനുള്ള സാധ്യതയുണ്ട്. സോ മാർക്കറ്റ് 22,800 റേഞ്ചിലാണ് ഇന്ന് ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്യാൻ സാധ്യത. മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്തത് 23,100, ഫ്രൈഡേത്തെ കാര്യമാണ്. 23,100 ക്ലോസ് ചെയ്തെങ്കിലും ഇന്ന് ഓൾമോസ്റ്റ് 22,800 ഇത് ഈ കറക്റ്റ് ബോക്സിൻ്റെ ടോപ്പ് എൻഡിലാണ് വന്ന് ഓപ്പൺ ചെയ്യാൻ സാധ്യത. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പാനിക് സിറ്റുവേഷൻ കാരണം ആൾക്കാർ വീണ്ടും സെല്ല് ചെയ്യും. കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായിട്ട് ഞാനൊരു പൊസിഷൻ എടുത്തിട്ട് ഒരുപാട് ദിവസമായി. മാർക്കറ്റിൽ എപ്പോഴൊക്കെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു മാർക്കറ്റ് ഷോർട്ട് ചെയ്യുന്ന സ്കാൽപ്പേഴ്സ് എന്ന് പറയുന്നത് വളരെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്കാൽപ്പിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ മാർക്കറ്റിൻ്റെ ഏറ്റവും കൂടുതൽ ലാഭം കിട്ടാനുള്ള സാധ്യതയുള്ളത് മാർക്കറ്റിൽ പാനിക് ഉണ്ടായിരിക്കുമ്പോഴാണ്. മേളിലേക്ക് കയറുമ്പോൾ പോലും ആൾക്കാർ കളക്റ്റീവ് ബിഹേവിയർ ആയിരിക്കും, പക്ഷേ കളക്റ്റീവ് ബിഹേവിയർ സ്പ്ലിറ്റ് ചെയ്ത് പോകും. എന്നാൽ മാർക്കറ്റ് താഴേക്ക് വീഴുമ്പോൾ 80% ഓഫ് ആൾക്കാരും ഒരേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും. സോ ക്ലാരിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. സോ ആ ഒരു സിറ്റുവേഷൻ തന്നെ ഞാൻ ഇന്നും കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിക്കുന്നുള്ളൂ. SL കീപ്പ് ചെയ്യുന്നുണ്ടാവും. സോ ദാറ്റ് എനിക്കൊരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 10% ഓപ്ഷൻ്റെ കാര്യമാണ് പറയുന്നത്, ആ പ്രീമിയത്തിൻ്റെ 10% നെഗറ്റീവ് വരുമ്പോഴേക്കും ഒഴിവാക്കിയിട്ട് അടുത്ത നല്ലൊരു ട്രേഡിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന ഏരിയ 22,800, മാർക്കറ്റിൽ മാർക്ക് ചെയ്യേണ്ട ഏരിയ 22,600 ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ 22,440 ഇമ്പോർട്ടൻ്റ് ആണ്. മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ള ഡയറക്ഷൻ നോക്കുക. ആദ്യത്തെ 10-15 മിനിറ്റത്തെ ക്യാൻഡലിനനുസരിച്ചിട്ട് മാത്രം ഡിസിഷൻ എടുക്കുക. അതിൻ്റെ കൂടെ നിങ്ങൾ ഒരു സെറ്റ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. മാർക്കറ്റിൽ പുതിയ പൊസിഷൻസ് 1-2 പുതിയ പൊസിഷൻസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 780 HDFC ബാങ്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അത് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയാണ്. ഞാൻ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ 20% മാത്രമേ ഞാൻ ബിൽഡപ്പ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. ബിക്കോസ് വാറിൽ ഒരു തീരുമാനമായിട്ടില്ല. സോ മാർക്കറ്റിലൊരു 780 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 720 ആയിരിക്കും ഞാൻ തിരിച്ച് ആഡ് ചെയ്യുക. സോ അപ്പോഴും എൻ്റെ ക്യാപിറ്റലിൻ്റെ 50% പോലും ഞാൻ ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നില്ല. തിരിച്ച് വരുമ്പോൾ 800+ വരുമ്പോൾ ഞാൻ എൻ്റെ ക്യാപിറ്റൽ നന്നായിട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ടാവും. മാർക്കറ്റിൽ നെഗറ്റിവിറ്റിയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ സ്റ്റോക്കിലും ഞാൻ കുഞ്ഞു പൊസിഷൻ ബിൽഡപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് എടുക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ മാർക്കറ്റ് ഇനി തിരിച്ചു വന്ന് മാർക്കറ്റ് പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുമ്പോൾ എനിക്ക് ആവശ്യമുള്ള സ്റ്റോക്സിനെ ഞാൻ ലോവർ പ്രൈസിൽ മേടിക്കുന്നുണ്ട്. ചിലപ്പോൾ 2%, 5% ഇത് ഡൗൺ പോകും എന്ന് വിശ്വസിച്ച് തന്നെയാണ് മേടിക്കുന്നത്. പക്ഷേ ചെറിയ ഫ്രാക്ഷൻ ഓഫ് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ ലോസിലൊക്കെ കാണിക്കുമ്പോൾ 100 റുപ്പീസിൻ്റെയോ 200 റുപ്പീസിൻ്റെ ലോസ് ഒന്നും ഇപ്പർ സൈഡിൽ പുട്ട് ഓപ്ഷനിൽ നല്ല പ്രോഫിറ്റ് വരുമ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു റിസ്ക് ഇപ്പുറത്ത് എടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടെ ഹൈ റിസ്ക് എടുക്കാൻ അറിയുന്ന ഒരു വ്യക്തിക്ക് ഇവിടെ ലോ റിസ്ക് ചിലപ്പോൾ എടുത്തെന്നിരിക്കും. സോ അത് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലുള്ള ഒരു വ്യക്തി മാത്രം ലോങ് ടേം പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ ചെറിയ ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്ത് തുടങ്ങാം. ഇപ്പോഴല്ല, വാർ ഓൾമോസ്റ്റ് എബൌട്ട് ടു എൻഡ് എന്ന് ഒരു ഡിസിഷൻ വന്നു കഴിഞ്ഞാൽ അന്ന് നിങ്ങൾ നിങ്ങളുടെ മെയിൻ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ചെറിയ ഫ്രാക്ഷൻസ് മേടിക്കുക എന്നുള്ളതാണ്. ഡിപ്പിൽ കിട്ടുമ്പോൾ ഫ്രാക്ഷൻ മേടിക്കുക എന്നുള്ള മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഒരു പോർട്ട്ഫോളിയോ പോലെ നിങ്ങളതിനെ സെറ്റ് ചെയ്യാൻ നിങ്ങളുടെ മൈൻഡ് സെറ്റ് പറയുന്നതാണ്. ഞാനൊരിക്കലും ഇൻവെസ്റ്റ്മെൻറ്റ് റെക്കമെൻഡേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ പേഴ്സണലി എന്ത് ചെയ്തു അത് ഞാനവിടെ ഷെയർ ചെയ്തു എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ റിസ്ക്കും ഞാൻ അവിടെ തന്നെ ഷെയർ ചെയ്തു. ചെറിയ ലോസസ് ഉണ്ടാവും. ബിക്കോസ് ഒരു ഫോർ എക്സാമ്പിൾ ഒരു 2 lakhs ആണ് എൻ്റെ ക്യാപിറ്റൽ എന്നുണ്ടെങ്കിൽ ഞാൻ 20,000 ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്തിട്ടുണ്ടാവും. അവിടെ 1,80,000 അവിടെ വെറുതെ ഇരിക്കുകയാണ്. എനിക്കറിയാം മാർക്കറ്റ് താഴെ വരുമ്പോഴേക്കും എവിടെ ബിൽഡ് ചെയ്യണം എന്നുള്ളത്. ഞാനത് എൻ്റെ പോർട്ട്ഫോളിയോ ഞാനവിടെ നമ്മുടെ ഗ്രൂപ്പിനകത്ത് കൃത്യമായിട്ട് ഇടുന്നുണ്ട്. നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് നമ്മുടെ ഈ ഡിസ്ക്രിപ്ഷനകത്ത് ഉണ്ടാവും. കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അതിനകത്ത് കയറാം. സോ ഇത്രയാണ് ഇത് എൻ്റെ മാർക്കറ്റിൻ്റെ അനാലിസിസ്. നാച്ചുറൽ ഗ്യാസും ക്രൂഡ് ഓയിലും നെഗറ്റീവിൽ ഫ്ലാറ്റായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. താഴേക്ക് തന്നെ പോകാനുള്ളൊരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. ബിക്കോസ് ഇറാൻ അത് ഒന്ന് മയപ്പെട്ട് തന്നിട്ടുണ്ട്. സോ പക്ഷേ നിഫ്റ്റി നെഗറ്റീവിൽ തന്നെ നിൽക്കുന്നുണ്ട്. നിഫ്റ്റിക്ക് കൺഫ്യൂഷൻ ഉണ്ട്. സോ ഈ ഒരു സിറ്റുവേഷൻ ആലോചിക്കുക. മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ 22,600, 22,440, 500, 440 എന്നിങ്ങനെയുള്ള ലെവൽസ് നോക്കി വയ്ക്കുക. മേളിലേക്ക് വന്നു കഴിഞ്ഞാൽ 22,960, 23,100, 23,240 എന്നിങ്ങനെയുള്ള ലെവൽസ് നോക്കി വയ്ക്കുക. ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.